ഹായ്, മോളീസ് കിച്ചണിലേക്ക് സ്വാഗതം. അപ്പോൾ നിങ്ങളെല്ലാം സുഖമായിട്ടും സേഫായിട്ടൊക്കെ ഇരിക്കുന്നുവെന്ന് വിചാരിക്കുന്നു. ഞാനും ഒരുവിധം സുഖമായിട്ടിരിക്കുന്നു. അപ്പം ഞാൻ ഇന്നലെ ഇട്ടൊരു വീഡിയോ നിങ്ങളെല്ലാവരും കണ്ടു എന്ന് വിചാരിക്കുന്നു. ഞാൻ ഇന്നലെ ഇട്ടത് റിയാക്ഷൻ വീഡിയോ ഒന്നുമല്ല. എനിക്കറിയാവുന്നൊരു പാവപ്പെട്ട ഒരു യൂട്യൂബറെ കുറിച്ചുള്ള ഒരു എനിക്കറിയാവുന്ന രീതിക്കുള്ള ഒരു ഇതിട്ടു എന്ന് ഞാൻ മാത്രം. കാര്യം ഞാൻ വർഷങ്ങൾ കൊണ്ട് കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു ഇതും ആ പയ്യനെക്കുറിച്ചുള്ള കുറേ അറിവുകളും അങ്ങനെയുള്ള എന്ന് പറഞ്ഞാൽ ആ പയ്യന് ഏതെല്ലാം വൈഫിൻ്റെ ഇതിൻ്റെ ഇത് എനിക്കങ്ങനെ അറിയില്ല എന്ന് ഞാൻ പറഞ്ഞല്ലോ. ആ പയ്യനെ എത്രത്തോളം ക്രൂശിക്കാമോ അതിനനുസരിച്ചുള്ള ഒരു ഇത് കണ്ടപ്പോഴത്തേക്ക് ഒരു പാവം തോന്നി. നമ്മളും ഒരമ്മയല്ലയോ. അപ്പോൾ ആ രീതിക്കുള്ള ഒരു രീതിക്ക് കണ്ടപ്പോഴത്തേക്ക് ഞാൻ ഇതിന് മുമ്പേയും ആ ചാനലിനെ കുറിച്ചൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം ആ ഒരിത് ഇപ്പോഴും ചെയ്തതാണ്. ഒത്തിരി നമുക്കൊക്കെ മക്കളുള്ളതല്ലേ. അപ്പം അതിന് ആ ഒരിത് അപ്പം ചില കുടുംബങ്ങളിലൊക്കെ ഉള്ള ഒരു കാര്യമാണ്. ഒരമ്മ പ്രസവിച്ച 2 മക്കളുണ്ടെങ്കിൽ ആ കുടുംബത്തിൽ മോളും കുടുംബവും നല്ലതുപോലെ പോട്ടെ, മോനും കുടുംബവും എങ്ങനെ ജീവിച്ചാൽ എന്താ എന്നുള്ള ഒരു ഇത് കാണുന്ന ഒരുപാട് ഫാമിലി ഞാൻ കണ്ടിട്ടുണ്ട്. മോൻ ജീവിക്കുന്നതിന് അവർക്ക് എങ്ങനെയായാലും കുഴപ്പമില്ല, എൻ്റെ മോളും കുടുംബവും അവർ നല്ലപോലെ രക്ഷപ്പെട്ട് നല്ല രീതിക്ക് കയറിപ്പോട്ടെ എന്നുള്ളൊരിതിൽ ആ ഒരു രീതിക്ക് തന്നെയാണ് ഈ ഫാമിലിയിലും ഉള്ള പ്രശ്നങ്ങൾ ഉണ്ടായിരിക്കുന്നത്. നമുക്ക് അതിലോട്ട് കടക്കണ്ട. കാര്യം എന്തെന്ന് പറഞ്ഞാൽ ഞാൻ ഒരു 5 വർഷം കൊണ്ട് 5 വർഷം അല്ലെങ്കിലേ ഉള്ളൂ അവരെ യൂട്യൂബ് തുടങ്ങിയപ്പോൾ തൊട്ടേ ആ ചാനൽ പിന്നെ ഒരു 3-4 ചാനൽ എന്ന് പറഞ്ഞാൽ നമ്മുടെ സലൂ കിച്ചൻ്റെ അത് നമ്മളൊരു കൂട്ടുകാരെ പോലെയാണ്. ഞാൻ അതിൽ എല്ലാത്തിനും ഞാൻ കമൻ്റ് ഇടാറുണ്ട്. എനിക്ക് എന്തെങ്കിലും അറിയണമെങ്കിൽ ഞാൻ ഇതിട്ട് ചോദിക്കാറുണ്ട്. എനിക്ക് ഒത്തിരി ഇഷ്ടമുള്ളൊരു യൂട്യൂബറാണ് നമ്മുടെ സലൂ കിച്ചൻ. അങ്ങനെ ഒത്തിരി യൂട്യൂബർമാരുണ്ട്. അവരൊക്കെ നല്ല സപ്പോർട്ടും എല്ലാമാണ്. അതുപോലെ ഈ അമലിൻ്റെ കാര്യം അതുപോലെയാണ്. നമ്മൾ ചങ്ങനാശ്ശേരിയിലോട്ട് പോകുമ്പം അമലിൻ്റെ കട പല ദിവസവും കണ്ടിട്ടുണ്ട്. അമലിൻ്റെ വീട് ഇടുക്കിയിലാണെന്ന് പറഞ്ഞ് കേട്ടിട്ടുണ്ടെന്നല്ലാതെ യാതൊരു ഇതുമില്ല. അതുപോലെ തന്നെ അമ്മുവിനെ എനിക്ക് ഒത്തിരി ഇഷ്ടമാണ്. പക്ഷേ അമ്മു ഇടുക്കിയിൽ വന്നിരിക്കുമ്പോഴത്തേക്ക് അമ്മുവിൻ്റെ രീതികളൊക്കെ ഒത്തിരി മാറ്റം വരുന്നത് പോലെയും അതുപോലെ തന്നെ ഈ അമൽ ഇവിടെ ഉള്ളപ്പോഴത്തേക്ക് അപ്പവും അമലും അമ്മുവും അവരെല്ലാവരുമായിട്ട് നല്ല ഒരു സന്തോഷമായിട്ട് താമസിക്കുന്ന ഒരു ഫാമിലിയിൽ ഇവരെ ബന്ധുക്കളാരെയും ഈ ശ്രീകുട്ടനെ കണ്ടിട്ടുണ്ട്. ശ്രീകുട്ടൻ അവരെയൊക്കെ ആ ഫാമിലി ഒന്നല്ലാതെ വേറുള്ള ഫാമിലിയൊന്നും ഈ ബന്ധുക്കൾ ആരെയും അന്ന് കണ്ടിട്ടില്ല. ഈ അപ്പൂവിനെ അടിച്ച് ഇതാക്കി അവിടെ നിന്ന് കുടുംബം വെണ്ണീറാക്കിയതിന് ശേഷമാണ് നമ്മുടെ സിന്ധുമ്മയുടെ ആൾക്കാർ മൊത്തവും പുതിയ ആങ്ങളമാരായാലും എല്ലാവരുമായിട്ട് ഭയങ്കര ഒരിതായി. ഇപ്പം ഭയങ്കര സ്വന്തക്കാരും ബന്ധുക്കളുമായിട്ട് അങ്ങ് ഭയങ്കര ഒരു ഇതായി കാണുന്നത്. അന്നന്ന് അവരെയൊന്നും വലിയ ഇതായിട്ടൊന്നും സിന്ധുമ്മ കാണിക്കുന്നില്ലായിരുന്നു. ഉള്ളത് പറയാമല്ലോ, ഞാൻ സ്ഥിരമായിട്ടുള്ളൊരു പ്രേക്ഷകയാണ്. അപ്പോൾ നമുക്ക് ഇഷ്ടപ്പെട്ടൊരു ചാനലാകുമ്പോൾ നമ്മൾ കാണുമല്ലോ. അങ്ങനെ കണ്ടു. ഇപ്പം എന്ന് പറഞ്ഞാൽ ചേച്ചി അവിടെ, മറ്റേ ചേച്ചി അവിടെ, മറ്റേ ആങ്ങള അവിടെ, ഈ ആങ്ങള അവിടെ, മറ്റേ ചേച്ചി അങ്ങനെ ഇങ്ങനെ ഒരുപാട് പേര്. അപ്പോൾ ഇവരെങ്ങനെ ഒന്നവർ തിരിഞ്ഞ് ചിന്തിക്കുന്നില്ല. നമ്മളെയൊക്കെ ഈ പബ്ലിക്കിൻ്റെ ഇപ്പോൾ കൊണ്ടുവന്ന് എൻ്റെ മോനാണല്ലോ, അപ്പോൾ എൻ്റെ മോനെക്കുറിച്ച് ഒരു നേരമെങ്കിലും ചിന്തിക്കണമല്ലോ എന്ന് ഈ സിന്ധുമ്മയാവട്ടെ ഈ ഇത്രയും കിടന്ന് ഇതാവുന്ന അമ്മ ഒന്നും ചിന്തിക്കുന്നില്ല. എൻ്റെ കുഞ്ഞാഞ്ഞിയാണല്ലോ നമ്മളെ ഈ പബ്ലിക്കിൻ്റെ മുമ്പ് കൊണ്ടുവന്ന് എൻ്റെ ഭർത്താവിനെ ഈ ഇത്രയും ഇതായിട്ടിരുന്ന എൻ്റെ വിച്ചുവിനെ ഇങ്ങനെ ആക്കി ഇത്രയും നല്ലൊരു ഇതാക്കി നമ്മൾ ഒരു നല്ല ചാനലൊക്കെ റെഡിയാക്കി ഇത്രയും സബ്സ്ക്രൈബറൊക്കെ കിട്ടി ഇങ്ങനെ ആയത് എന്നൊന്നും ഇവരാരും ചിന്തിക്കുന്നില്ല. ഇവരെല്ലാം അല്ലെങ്കിൽ ഇവരൊരു യൂട്യൂബറായി വരുമ്പോഴത്തേക്ക് ഇവർക്കാർക്കും ഇതിൻ്റെ ഒരു അംശം പോലും പബ്ലിക്കിൽ ഇവരാരെ അറിയാൻ പോകുന്നതുമില്ല. ഇവർക്ക് ഒരു ഇതുമില്ല. ഈ അപ്പുവിന് പറ്റുന്നതെല്ലാം മണ്ടത്തരമാണ്. അപ്പു എല്ലാവർക്കും എല്ലാ സപ്പോർട്ടും ചെയ്ത്, അപ്പു എന്ന് പറഞ്ഞാൽ അമൽ എല്ലാവർക്കും എല്ലാ സപ്പോർട്ടും ചെയ്ത് കൊടുക്കും.
അവസാനം അപ്പൂന് പറ്റുന്നതെല്ലാം വെറും അമളിയാണ്. ശ്രീകുട്ടൻ്റെ വീടിൻ്റെ കാര്യം തന്നെ പറയാം. ശ്രീകുട്ടൻ്റെ വീട് പാല് കാച്ചിന് ഒത്തിരി ദിവസം മുമ്പേ സംഭാവനയായിട്ടൊക്കെ ഒരു അലമാരയൊക്കെ കൊണ്ട് പിടിച്ചുമൊക്കെ വെച്ച് കൊടുത്തു, എല്ലാം റെഡിയാക്കി. പക്ഷേ ഭാഗ്യം പോലെ പാല് കാച്ചിന് വിളിച്ചതുമില്ല, അപ്പു അവിടെ ഇല്ലായിരുന്നു താനും. അങ്ങനെയാണ് ഈ അമലിൻ്റെ കാര്യങ്ങൾ. അമലും അപ്പുവോ ഒന്ന് തന്നെയാണ്. അങ്ങനെയാണ് ഈ അപ്പൂൻ്റെ കാര്യങ്ങൾ. അതുപോലെ തന്നെ മുന്നേ ഒരു കാര്യവും പറയല്ലെന്ന് എല്ലാവരും വന്ന് അപ്പൂനോട് പറയാറുണ്ട്. നിനക്ക് സമയദോഷം വരാനാണ്, നീ നിൻ്റെ മനസ്സിലുള്ള കാര്യങ്ങളൊന്നും വന്ന് നീ തുറന്ന് പറയല്ലേ, അത് കഴിഞ്ഞിട്ട് പറഞ്ഞാൽ മതിയെന്ന് പറഞ്ഞാൽ ഇവർ രണ്ടുപേരും ഇപ്പോൾ വസ്തു വാങ്ങുന്നതായാലും വീട് വയ്ക്കുന്നതായാലും എന്തുണ്ടെങ്കിലും ഈ അമൽ മുമ്പേ വന്ന് വീഡിയോയിൽ പറഞ്ഞിരിക്കും. അവൻ്റെ മനസ്സിലൊന്നും ഇരിക്കത്തില്ല. അത്ര ഒരു ശുദ്ധനായ ഒരു പാവപ്പെട്ട ചെറുപ്പക്കാരനാണ് ഈ VRN ലൗല അമലെന്ന് പറയുന്ന ആ ചെറുപ്പക്കാരൻ. അവന് 2 പെൺകുട്ടികൾ, 2 പെൺകൊച്ചുങ്ങളൊക്കെ ഉണ്ട്. നല്ല 2 പെൺകുട്ടികളാണ്. അപ്പോൾ അതിനെയൊക്കെ നോക്കി കഷ്ടപ്പെട്ട് അവരവൻ അധ്വാനിച്ച് അതിനെയൊക്കെ നോക്കി ജീവിക്കുന്നു. അവർ എങ്ങനെയെങ്കിലുമൊക്കെ അവർ നല്ല ഫാമിലി ആയിട്ടൊക്കെ നല്ലതുപോലെ എൻ്റെ മനസ്സിലൊരാഗ്രഹം എന്ന് പറഞ്ഞാൽ ഇവരെ ഈ കേസും വഴക്കുമൊക്കെ കഴിഞ്ഞ് അവർ നല്ല രീതിക്ക് പഴയതുപോലെ അവൻ്റെ കുടുംബവുമായിട്ടൊക്കെ നല്ല സന്തോഷമായിട്ട് കഴിഞ്ഞു പോണേ. അവരെല്ലാവരുമായിട്ട് ആ ഒരു പെങ്ങളാണുള്ളത്. ആ കുഞ്ഞാഞ്ഞ എന്നുള്ള വിളി കേൾക്കാൻ കൊതിച്ചിരിക്കുന്നു. അവരെല്ലാവരുമായിട്ട് സന്തോഷമായിട്ട് കഴിഞ്ഞു പോകാൻ വേണ്ടി സർവേശ്വരനോട് പ്രാർത്ഥിക്കുന്നു. നിങ്ങളാരും അവരായിട്ട് ഇനിയും ഇതാക്കാതെ, ഞാനിപ്പോഴും ആഗ്രഹിക്കുന്നത് അതിന് തന്നെയാണ്. അവരെ കുടുംബം പഴയ സന്തോഷത്തിലേക്ക് വരാൻ തന്നെയാണ് ഞാനിപ്പോഴും ആഗ്രഹിക്കുന്നത്. അപ്പം നമുക്ക് നമ്മുടെ കാര്യത്തിലേക്ക് പോകാം. ഞാനിന്ന് ഒരു മീനിൻ്റെ വീഡിയോയാണ്, നമ്മുടെ കുക്കിംഗ് വീഡിയോ തന്നെയാണ് ഞാൻ ഇന്നിടുന്നത്. അപ്പം ഞാൻ ഇന്നിടുന്ന കുക്കിംഗ് വീഡിയോ ഒരു നല്ലൊരു അടിപൊളി മീൻ കറിയുടെ വീഡിയോയാണ്. അപ്പം വീഡിയോയിലേക്ക് നമുക്ക് പോയാലോ. അപ്പോൾ ഇന്ന് നമുക്ക് ഒരു വെറൈറ്റി മീൻ കറി തന്നെ ആയിക്കോട്ടെ. നല്ല ഒരു സൂപ്പർ മീൻ കറി, നല്ല ഒരു ഫ്രഷ് മീനാണ് നമുക്കിന്ന് കിട്ടിയിരിക്കുന്നത് കേട്ടോ. നമുക്ക് ചില ദിവസങ്ങളിൽ നമുക്ക് നല്ല ഫ്രഷ് മീൻ കിട്ടാറുള്ളൂ. ഇന്ന് കണ്ടോ നമുക്ക് കിട്ടിയിരിക്കുന്ന നല്ല പച്ച മീനാണ് കേട്ടോ. അപ്പോൾ നമുക്കൊന്ന് ഇതിട്ടൊരു നല്ല അടിപൊളി മീൻ കറി വയ്ക്കാം. അപ്പം ഗ്യാസ് കത്തിച്ചു, ചട്ടി അടുപ്പിലേക്ക് വെച്ചിട്ടുണ്ട്. ഇതിൽ ആ വെള്ളം ഒന്ന് വറ്റട്ടെ. അപ്പോൾ മീൻ കറിയിൽ ചേർക്കാനായിട്ട് ചെറിയ ഉള്ളി, ഇഞ്ചി, വെളുത്തുള്ളി, തക്കാളി ഇത്രയും ഞാൻ അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. പിന്നെ നല്ല നാടൻ കറിവേപ്പില, പിന്നെ ചേർക്കാനുള്ള പൊടികളെല്ലാം എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പം ചട്ടി ചൂടാകുമ്പോഴത്തേക്ക് നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. അപ്പം ഞാൻ ആവശ്യത്തിന് എണ്ണ ഞാൻ കുറച്ച് ഒഴിക്കുന്നുള്ളൂ. കുറച്ചൊഴിച്ചിട്ട് നമുക്കതിലേക്ക് എണ്ണ ചൂടാകുമ്പോൾ നമുക്ക് കുറച്ച് കടുക് അതിലേക്ക് ഇട്ട് കൊടുക്കാം. ഉലുവ പൊടിച്ചത് ഇരിപ്പുണ്ട്, എന്നാലും ഞാൻ 2 ഉലുവ അല്ലാതെ തന്നെ ഇടുകയാണ്. 2 ഉലുവ ഇട്ടു. എന്നിട്ട് അതിലേക്ക് നല്ല നാടൻ നല്ല സൂപ്പർ, ഈ മാമൻ്റെ അവിടെ നിന്ന് കൊണ്ടുവന്നത് നല്ല പച്ച നല്ല സൂപ്പർ കറിവേപ്പില, ഇനി നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന ഇതെല്ലാം കൂടി ഞാൻ അതിലേക്ക് അങ്ങ് ഇടുകയാണ്. എന്നിട്ട് നമുക്കതിന് പാകത്തിനുള്ള ഉപ്പ് കൂടി അതിലേക്ക് ഇടാം.
മീൻകറി ഓരോ രീതിക്കും വയ്ക്കാം. മീൻകറി ഞാൻ ഓരോ ദിവസവും വയ്ക്കുന്നത് ഓരോ രീതിക്കുള്ള ഈ വയ്ക്കുന്നതിൽ എന്തെങ്കിലുമൊക്കെ ടിപ്സുകൾ ചേർത്താണ് ഞാൻ ഈ മീൻകറി വയ്ക്കുന്നത്. ഈ മീൻകറി വയ്ക്കുന്നത് 2 ദിവസം ഇരുന്നിട്ടൊക്കെ ഈ കറി കൂട്ടുമ്പോൾ നമ്മൾ വയ്ക്കുന്ന ദിവസത്തിൻ്റെ ഇരട്ടി ടേസ്റ്റായിരിക്കും 2 ദിവസം കഴിഞ്ഞ് കൂട്ടുമ്പോൾ. ഇത് ചൂടാക്കണമെന്നേ ഉള്ളൂ, നല്ല സൂപ്പർ ടേസ്റ്റായിരിക്കും. തക്കാളി കൂടുതൽ ചേർക്കണ്ട. ഇതിപ്പോൾ നമുക്ക് 2 ദിവസം വെച്ച് കൂട്ടാനൊന്നും വരത്തില്ല. അപ്പോൾ അങ്ങനെ ചേർക്കുമ്പോൾ അതിൽ തക്കാളി കൂടുതൽ ചേർക്കണ്ട. തക്കാളി ചേർത്തതായാലും പിറ്റേന്ന് കൂട്ടാൻ നല്ല ടേസ്റ്റായിരിക്കും. അതിലൊന്നും ഒരു വ്യത്യാസവും ഇല്ല. അപ്പോൾ അതൊന്ന് വഴന്ന് വരട്ടെ. ഇനി മുളക് പൊടി, ഇത് കാശ്മീരി ചില്ലിയൊന്നുമല്ല, ഇത് സാദാ മുളക് പൊടിയാണ്. ഇനി ആവശ്യത്തിന് മല്ലിപ്പൊടി. മീൻ നമുക്ക് എത്ര ഉണ്ടെന്ന് വെച്ചാൽ മല്ലിപ്പൊടി കുറച്ച് ചേർത്താൽ മതി. നമുക്ക് എത്രയാണോ മീൻ നമുക്കുള്ളത് അതിനനുസരിച്ചുള്ള മുളക് മല്ലിപ്പൊടിയൊക്കെ അതിനനുസരിച്ച് ചേർക്കുക. അത് നമ്മൾ അളവ് പറഞ്ഞു തന്നാൽ എത്രയായാലും ശരിയാവില്ല. നമ്മൾ ഉലുവ ചേർത്തത് കൊണ്ട് ഉലുവ അതിലല്ലാതെ ചേർക്കുന്നില്ല. ഇനി മഞ്ഞൾപ്പൊടിയാണ്, നമ്മൾ പൊടിച്ച പൊടിയാണ്. നമുക്കതെല്ലാം കൂടി ഒന്ന് തീ ഒന്ന് കുറച്ചിട്ട് എല്ലാം കൂടി ആ എണ്ണയിൽ കിടന്നൊന്ന് വറുത്തെടുക്കാം. കൂടുതൽ പേരും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ വെളിയിലോട്ടൊക്കെ ഉള്ളവർ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ കൊല്ലം ജില്ല വിട്ട് നമ്മൾ കുടംപുളി ചേർക്കും. എന്നാലും നമുക്ക് കുടംപുളിയേക്കാളും കൂടുതൽ ടേസ്റ്റ് പിഴുവ് പുളിയാണ്. പക്ഷേ നമ്മളെ മരുമോള സ്ഥലത്തൊക്കെ എല്ലാവരും കുടംപുളി ഇട്ടേ ചേർക്കുള്ളൂ. നമുക്ക് കുടംപുളി ഇട്ട് ചേർക്കും, പക്ഷേ എനിക്ക് കുടംപുളിയേക്കാളും ടേസ്റ്റ് പിഴുവ് പുളിയാണ്. എന്നാലും ഞാൻ 2 ഇട്ട് വയ്ക്കാറുണ്ട്. ഇന്ന് ഞാൻ പിഴുവ് പുളി ഇട്ടാണ് വയ്ക്കുന്നത്. കുടംപുളി ഇട്ട് വെച്ചാൽ നമുക്ക് വയറ്റിന് അസുഖമൊക്കെ വരാതിരിക്കാനും എല്ലാത്തിനും നല്ലതാണ്. അത് നമുക്ക് കുടംപുളി നല്ല പുളി തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇന്ന് ഞാൻ എന്തായാലും പിഴുവ് പുളി ഇട്ട് തന്നെയാണ് വയ്ക്കുന്നത്. പിഴുവ് പുളിയും ഞാൻ ഒരു ശകലം ഒരു ചെറുപ്പം തേങ്ങയും കൂടി ഞാനൊന്ന് മുളക് പൊടിയുടെ കാരമൊക്കെ ഒന്ന് പോകുന്നതിന് വേണ്ടി നല്ല മഷി പോലെ അരച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്കുള്ള ആ പൊടിയുടെ കാരം ഒന്ന് പോവും. അതിന് വേണ്ടി നമുക്ക് ആ പുളിമുളകിൻ്റെ ഒരു ഇത് പോകുന്നതിന് വേണ്ടിയാണ്. കുഞ്ഞുങ്ങൾക്കും കൂട്ടുന്നതിന് ഒരു ഇതും ഉണ്ടാവില്ല. അപ്പം അതിലേക്ക് ഒഴിക്കാം. ഒരു ചിരവേ ഒഴിക്കാം. ഒരു ചിരവേന്ന് പറഞ്ഞാൽ നമ്മൾ പുട്ടിലിടുന്ന ഒരു പ്രാവശ്യം ഇടുന്ന അതേ ചേർക്കാം. അല്ലെങ്കിൽ പിന്നെ തേങ്ങാക്കറി ആയിപ്പോൾ. ഇതിപ്പം അങ്ങനെയല്ല, നമ്മൾ വറുത്തരച്ച് അല്ലാതെയൊക്കെ വയ്ക്കുന്ന പുളിമുളകും വയ്ക്കുന്നത് അതുപോലുള്ള കറിയാണ്. തക്കാളി എന്നെ വേണമെന്നുള്ളൊരു ചേർത്താൽ മതി. നമുക്കൊന്നെല്ലാം കൂടി ഒന്ന് നല്ലപോലെ ഇളക്കി ചേർക്കാം.
ഇത് ചേർത്തിട്ട് നമുക്ക് അടപ്പ് വെച്ചങ്ങ് അടച്ചിടാം. ഒന്ന് കറി തിളച്ചിട്ട് നമുക്ക് മീൻ പറക്കി ഇടാം. അപ്പോൾ നമ്മുടെ കറി തിളച്ചോന്ന് നോക്കാം. നല്ലതുപോലെ വെട്ടി തിളയ്ക്കുന്നുണ്ടോ. നമുക്ക് മീൻ പറക്കിയിടാം. ആദ്യം ഒരു തല തന്നെ കിടക്കട്ടെ. മൊബൈലിങ്ങനെ ഇരിക്കുന്നത് കൊണ്ട് നല്ല സൂപ്പർ മീൻ കറിയാണ് കേട്ടോ. ഇത് നിങ്ങൾ വെച്ച് നോക്കിയിട്ട് എനിക്കൊന്ന് നിങ്ങളിതിൻ്റെ കമൻറ്റ് ചെയ്യണേ, ഈ മീൻ കറി എങ്ങനെ ഉണ്ടായിരുന്നു എന്ന്. നിങ്ങൾ ഇത്തിരിയെങ്കിലും ആദ്യ കുട്ടൂസ് വേൾഡിനോട് സ്നേഹമുണ്ടെങ്കിൽ ഈ മീൻ കറി വെച്ച് നോക്കിയിട്ട് നിങ്ങൾക്ക് എങ്ങനെ ഇതിനെക്കുറിച്ചുള്ള ഒരു കമൻറ്റ് നിങ്ങൾ എൻ്റെ ഇതിൽ വന്നൊന്ന് കമൻറ്റ് ചെയ്ത് എങ്ങനെയാണ് ഈ മീൻ കറി വെച്ചിട്ട് നിങ്ങൾക്ക് ഇതിൻ്റെ ഫലം ഇത് കൊള്ളായിരുന്നെങ്കിൽ കൊള്ളാമായിരുന്നു, കൊള്ളൂലായിരുന്നു ചേച്ചി അത് വെച്ചിട്ട് കൊള്ളൂലായിരുന്നു എന്ന് നിങ്ങൾക്ക് ധൈര്യമായിട്ടിടാം. അപ്പം അത്ര അത്ര എനിക്കിതായിട്ട് വിശ്വാസമുള്ളത് കൊണ്ടാണ് നിങ്ങൾക്ക് കൂടി ഞാൻ ഈ മീൻ കറിയുടെ വീഡിയോ നിങ്ങൾക്ക് ഇട്ട് തരുന്നത്. അപ്പം ആ കറി ഇപ്പോഴും തന്നെ കണ്ടോ, നല്ല ഒരു സൂപ്പർ കറിയാണ്. നിങ്ങളിത് കൃത്യമായിട്ടും ഇത് ചെയ്യണം. അപ്പോൾ ഞാൻ വിചാരിച്ചു അതിൽ നിന്ന് 2 കഷ്ണം മീനൊന്ന് വറുക്കുകയും കൂടി ചെയ്യാമെന്ന്. കുട്ടൂസ് മോന് കാലത്തെ പഠിക്കാൻ പോകണം. അപ്പോൾ അതിന് വേണ്ടി 3 കഷ്ണം മീനുണ്ട്. അതിൽ മുളക് പൊടി, മല്ലിപ്പൊടി, കുരുമുളക് പൊടി, ഉപ്പ്, ഒരു ശകല ഇഞ്ചിയും വെളുത്തുള്ളി, ഇത്തിരി കറിവേപ്പിലയും കൂടി ഇട്ട് ഒന്ന് വരഞ്ഞെല്ലാം റെഡിയാക്കി വെച്ചിരിക്കുകയാണ്. അപ്പം ഞാൻ ഫ്രൈ ചെയ്യാനുള്ള ഫ്രൈ പാനിലേക്ക് തീ കത്തിച്ചിട്ടുണ്ട്. ഫ്രൈ പാൻ ചൂടായി, അതിലേക്ക് ഒരു തുള്ളി എണ്ണ ഒഴിക്കട്ടെ. അതിലേക്ക് നമുക്ക് മീൻ പറക്കി ഇടാം. അപ്പം ഇത് രണ്ടും ഒന്ന് റെഡിയായി വരട്ടെ.
That is the reason. I want you to stay in groups. Please air onto the wall. ഓ ഈ പല്ലെല്ലാം നീ എന്തെങ്കിലും ചെയ്യട്ടെ. അവർ പറഞ്ഞ് പല്ലിനൊരു കുഴപ്പമില്ല, ഒരു പല്ല് കേടാക്കിയാൽ മതി. സൈനസിൻ്റെ. അപ്പം നമുക്ക് നമ്മുടെ മീൻ കറി എന്ത് വരുമോ എന്നുള്ളത് നമുക്കൊന്ന് തുറന്ന് നോക്കിയാലോ. സൂപ്പറല്ലേ, അടിപൊളിയല്ലേ, കണ്ടോ കണ്ടോ. അപ്പം ഇത് നിങ്ങൾ വെച്ചിട്ട് ഇതിൻ്റെ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് അറിയിക്കാൻ മറക്കരുത്. അത്രയ്ക്ക് നല്ല ടേസ്റ്റുള്ള, പക്ഷേ മീൻ നല്ല പച്ച മീനായിരിക്കണം, എങ്കിലേ നമ്മുടെ മീൻ കറിയും നല്ല അതിനൊത്തൊരു കറിയാവുള്ളൂ. അപ്പം ഇതുപോലുള്ള നമുക്കുള്ള ഈ ലൈറ്റ് വെട്ടത്തിൻ്റെ ഇത് വെച്ച് ചിലപ്പോൾ നിങ്ങൾക്ക് നോക്കുമ്പോഴത്തേക്ക് ആ കറിയുടെ അത്രയും നല്ല ഒരു ഭംഗി മനസ്സിലാക്കാൻ പറ്റത്തില്ല. ഭംഗിയുടെ കാര്യത്തിലല്ല, കൂട്ടുമ്പോഴുള്ള ടേസ്റ്റിൻ്റെ കാര്യത്തിലാണ് ഏറ്റവും നല്ല ഒരിത്. അപ്പോൾ ഈ മീൻ കറി നിങ്ങൾ വെച്ച് നോക്കിയിട്ട് ഇതിൻ്റെ അഭിപ്രായം എന്നെ അറിയിക്കാൻ മറക്കരുത്. അപ്പോൾ ഇതൊരു നല്ല മീൻ കറിയാണ്. അപ്പോൾ അതുപോലെ തന്നെയാണ് നമ്മുടെ മീൻ ഫ്രൈയും ഈ ഫ്രൈ റെഡി ആയിരിപ്പുണ്ട്. അപ്പോൾ ഇത്രയുമായിരുന്നു ഇന്നത്തെ എൻ്റെ കുഞ്ഞു വീഡിയോ. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ട് കാണും എന്ന് വിചാരിക്കുന്നു. എൻ്റെ മീൻ കറിയും മീൻ ഫ്രൈയൊക്കെ കൂട്ടി നോക്കിയിട്ട് എങ്ങനെയുണ്ടെന്ന് കമൻറ്റ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബും ചെയ്യണം. അപ്പം അടുത്തുള്ള ബെല്ലൈക്കൻ അമർത്തി വെച്ചിരുന്നാൽ ഞാനിടുന്ന കുഞ്ഞു കുഞ്ഞു വീഡിയോകളുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് അപ്പോഴപ്പോഴും കിട്ടും. അപ്പോൾ അടുത്ത നല്ല വീഡിയോ ആയിട്ട് കാണുന്നത് വരെ ടാറ്റാ, ബൈ ബൈ.